ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ മെയ് 10 സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശാനുസരണമാണ് വിചാരണ കോടതിയിൽ നിന്നും ജാമ്യത്തിന് ശ്രമിച്ചതും ആ ജാമ്യം ലഭിച്ചതും. ആ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി അവിടെ വീണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഒരു തെളിവ് പോലും ശ്രീ അരവിന്ദ് കെജ്രിവാളിനെതിരെ കാട്ടുവാനായിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ച് ഉത്തരവായത്. അത് വീണ്ടും ഹൈക്കോടതിയിൽ ഇ ഡി ചോദ്യം ചെയ്തിരിക്കുന്നു. ഹൈക്കോടതിയും പറയുന്നു ഒരു തരത്തിലുള്ളതായ ഡോക്യുമെൻസും ഈ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് ബന്ധമുള്ളതായി കാട്ടാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും 2 ദിവസത്തേക്ക് ആ ജാമ്യം അനുവദിച്ചത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തെളിവുമില്ല എന്ന് ഹൈക്കോടതിക്കും വിചാരണ കോടതിക്കും എല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ടും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം മാത്രമല്ല, അത് അനുവദിച്ചതിൻ്റെ പശ്ചാത്തലം കൂടി നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പരസ്പരം ചോദിക്കുകയാണ്, ഇപ്പോഴും ബ്രിട്ടീഷ് കൊളോണിയൽ നിയമ നടപ്പാക്കൽ പദ്ധതികളാണോ ഇവിടെ നിലനിൽക്കുന്നത് എന്ന്. നിയമത്തിൻ്റെ കീഴിലാണെന്നതിൽ തെളിവുകളൊന്നുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ജാമ്യം അനുവദിക്കണമല്ലോ. ഇ ഡി പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇ ഡി പറയുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പെൻഡിങ് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാകാം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ജനം ചോദിക്കുന്നത്, ഇപ്പോഴും ഇന്ത്യ ഒരു കൊളോണിയൽ സംസ്കാരത്തിന് കീഴിലുള്ള നിയമാവലികളാണോ പിന്തുടരുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അതിനുത്തരം പറയാൻ കോടതികളാണ് തയ്യാറാകേണ്ടത്. ജനങ്ങൾ അതൊന്നറിയാൻ കാത്തിരിക്കുന്നു.